ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. എബ്രായർ അധ്യായം 12 1 തിരുവചനം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായ ലേഖനം 12 അധ്യായം 1 തിരുവചനത്തിൽ ക്രിസ്തു മാർഗത്തിലെ ഓട്ടമാണ് അഥവാ സഞ്ചാരമാണ് നാം കാണുക. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഓടുന്നത്. കിരീടം പ്രാപിക്കുക, വിന്നറാകുക അഥവാ വിജയിയാവുക, സമ്മാനം പ്രാപിക്കുക അഥവാ പ്രതിഫലം പ്രാപിക്കുക, അതിലൂടെ നല്ലൊരു പേരും ഒപ്പം ചില പ്രതിഫലവും ലഭിക്കുമല്ലോ. നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരു പ്രതിഫലത്തിനു വേണ്ടിയുള്ള പ്രയാണമാണ്. ആ പ്രതിഫലം നാം ദൈവത്തിൽ നിന്നാണ് പ്രാപിക്കുക. ആ നല്ല പ്രതിഫലം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ അത് പ്രാപിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ ഓട്ടം അഥവാ ആ ലക്ഷ്യം അത് ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതിന് നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവകൃപയാണ്, ദൈവശക്തിയാണ്, പരിശുദ്ധാത്മാവാണ്. ഈ നന്മകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. വിശ്വാസത്തിൻ്റെ നായകനും അതിന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നാം ഈ ഓട്ടക്കളത്തിൽ ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ യൗവനമോഹങ്ങൾ വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ ദ്രവ്യാഗ്രഹം വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ ദുർനടപ്പ് വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ വിഗ്രഹാരാധന വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ നിശ്ചയത്തോടെ അഥവാ നിശ്ചയദാർഢ്യത്തോടെ ഓടേണ്ടതായിട്ടുണ്ട്. ഈ ഓട്ടക്കളത്തിൽ വിശുദ്ധിയോടെ ഓടേണ്ടതായിട്ടുണ്ട്. നിഷ്കളങ്കനായി ഓടേണ്ടതായിട്ടുണ്ട്. വിശ്വാസത്തോടെ ഓടണം, പ്രത്യാശയോടെ ഓടണം, ദൈവസ്നേഹത്തോടെ ഓടണം, ആത്മഭാരത്തോടെ ഓടണം, പ്രാർത്ഥനയോടെ ഓടണം. ഈ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് ദൈവമുമ്പിലാണ്. ദൈവമുമ്പിൽ നാം എത്തുമ്പോൾ നമുക്ക് പ്രതിഫലവുമായി ദൈവം അവിടെ ഉണ്ടാവും. തീർച്ചയായും ഈ ഓട്ടത്തിൻ്റെ ട്രാക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. അതെ, ട്രാക്ക് തെറ്റുമ്പോഴാണല്ലോ ട്രെയിൻ അപകടത്തിൽപ്പെടുന്നത്. ക്രിസ്തീയ ഓട്ടത്തിൻ്റെ മാർഗവും തെറ്റാതെ ഓടുവാൻ നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അനുനിമിഷം അത്യന്താപേക്ഷിതമാണ്. ഇത് പ്രാർത്ഥനയിലൂടെ ലഭ്യമാണ്. അതെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി
നമ്മുടെ മുമ്പിലുള്ള ഓട്ടം തികയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം കേട്ട എല്ലാ പേർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. അഭിഷേക